സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾ ഈ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇത്രയും ഉയർന്ന സ്ഥാനത്ത് ഇങ്ങനെ തുടരുക എന്നുള്ളത് ശരിക്കും അത് പാർട്ടിക്ക് വലിയ ദോഷമല്ലേ, സർക്കാരിനൊക്കെ ദോഷമല്ലേ? അല്ല, അത് ദോഷമാണോ അല്ലേന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇത് വിലയിരുത്തിയിട്ട് തീരുമാനിക്കട്ടെ. അത്രേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇതിലൊരു അന്വേഷണം വന്ന തെളിവുകൾ കൈമാറുമോ ഈ ADGPക്കെതിരെയുള്ള? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളും ഇനി നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളും ഇപ്പോൾ ഇടവണ്ണ മർഡർ കേസിൽ അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങളും ആ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ്റെ രൂപവും അങ്ങനെ പലതും ഉണ്ടല്ലോ. അതെല്ലാം ഇതിൽ വരണമല്ലോ. അത് വരാതെ പോകാൻ പാടുണ്ടോ? അതിൽ ഏറ്റവും പ്രധാനം എന്നെ സംബന്ധിച്ചിട്ട് ഈ രാജ്യദ്രോഹിയായ ഈ പറയുന്ന എന്താ പറയുന്ന സാജൻ സ്കറിയ, അവനെ ഞാൻ വിടൂല. ഇപ്പോൾ പോലീസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുത്താൽ 66F ഇല്ലാതെയാണ് കുറ്റപത്രം കൊടുക്കുന്നതെങ്കിൽ ഞാൻ കോടതിയിൽ അത് ബോധ്യപ്പെടുത്തും. അത് ഹൈക്കോടതിയും പോവും, സുപ്രീം കോടതി വരെ പോകും. അത്രയല്ലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ. അത് പോയിരിക്കും. കാരണം MR അജിത് കുമാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ട് 66F ഇട്ടിട്ട് അദ്ദേഹത്തെ കേസ് ബുക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? ഈ പണം വാങ്ങിയതാണ്. വേറെ എന്ത് ബാധ്യതയാണ് ഈ സാജൻ സ്കറിയയോടുള്ളത്? എന്ത് ബാധ്യതയുള്ളത്? ഈ അജിത് കുമാറും സുജിദാസൊക്കെ അടങ്ങുന്ന ഈ നെക്സസിനെതിരെ ഒരു അന്വേഷണം വേണ്ടേ? ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം വേണ്ടേ? തീർച്ചയായിട്ടും വേണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളതാണല്ലോ കോടതിയുടെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുള്ളത്. ഇന്ന് സമരത്തിൽ നിങ്ങൾ പ്രധാനമായി ഞാൻ പറഞ്ഞ കാര്യം അതാണല്ലോ, കോടതിയുടെ മേൽനോട്ടത്തിൽ. അല്ലെങ്കിൽ അതിനൊക്കെ ഈ MR അജിത് കുമാർ ടോർപ്പിഡ് ചെയ്യും. അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്താനോ കേസെടുക്കാനൊന്നും ഇന്ന് കേരളത്തിലെ ഇപ്പോൾ IPS ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലുള്ളവർക്ക് ധൈര്യമുണ്ടാകുമെന്ന അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞങ്ങൾ വിറക്കുകയാണെന്ന് പറഞ്ഞില്ലേ സുജിദാസ്? അത് തന്നെയാണ് സ്ഥിതി. ടെററാണ്, ടെറർ. എന്ത് സാറ്റിസ്ഫൈ അയാൾ ചെയ്യും. ഈ IPS അസോസിയേഷൻ അടക്കം ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നു എന്നുള്ള അറിവാണ്. അല്ല, അത് IPS ആലോചിക്കട്ടെ. നമ്മളെല്ലാത്തിലും കയറി അഭിപ്രായം പറയല്ലോ. IPS അസോസിയേഷൻ എടുത്ത തീരുമാനത്തെക്കുറിച്ച് സുജിദാസ് പറയുന്നതിന് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കുകയാണെന്ന് പറഞ്ഞു. ഞാനതൊന്നും പറയാൻ നിൽക്കുന്നത്. നമ്മളങ്ങനെ അതിൽ വളരെ നല്ല ആളുകളുണ്ട് കേരളത്തിലെ. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിങ് കേരളത്തിലാണ്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള ചില പൊളിറ്റിക്കൽ ഗെയിം, അതിൻ്റെ ഉസ്താദാണ് ഈ പറയുന്ന MR അജിത് കുമാർ. അത് കേരളത്തിലെ പ്രതിപക്ഷത്തിനും കേന്ദ്രത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ള വിടുപണി അദ്ദേഹം വളരെ ടാക്ട്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള MR അജിത് കുമാർ. SP സുജിദാസ് നിരപരാധികൾക്കെതിരെ കേസെടുക്കുന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു ബോധ്യം MLAക്കുണ്ടായിരുന്നു? 100%. ഒരാൾക്കും രണ്ടാൾക്കെതിരെയല്ല അദ്ദേഹം ആ രീതിയിൽ. അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ടുപോയി കുത്തിക്കും. അത് തന്നെയാണ് MR അജിത് കുമാർ. MR അജിത് കുമാറിൻ്റെ നമ്പർ 1 ശിഷ്യനാണ് ഈ പറയുന്ന സുജിദാസ്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരവും സ്വയം ഇഷ്ടപ്രകാരവും ആരെയും മൂലക്കലാക്കും. അതിന് ഒരു തർക്കമില്ലല്ലോ. എത്ര പോലീസുകാർ കരഞ്ഞ് നമ്മുടെ അടുത്ത് കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ഞാൻ ഇറങ്ങിയതിന് ശേഷം ചില എന്താ പറയുക, നമ്മളുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സിൻ്റെ കുടുംബങ്ങളൊക്കെ പറഞ്ഞത് അമ്പലത്തിൽ അവർ വഴിപാട് കഴിച്ചു എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഇങ്ങനെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കലല്ലോ. ഇതൊരു സേനയല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ. അവിടെ ഈ ഭീഷണിയുടെയും എന്താ പറയുക ഈ സാഡിസത്തിൻ്റെയും ഒരു തിയറി, അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് ഈ പോലീസ് സേനയിലെ താഴേക്കടലിലുള്ള അംഗങ്ങളെ MR അജിത് കുമാർ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ എന്താ സ്ഥിതി? ഇത് ചോദ്യം ചെയ്യപ്പെടണ്ടേ? ആ ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക പ്രതിഫലനം പോലീസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. നാളെ എന്നെ കള്ളക്കേസിൽ കുടുക്കിയേക്കാം, ഞാൻ ജയിലിൽ പോയേക്കാം. ഇതൊന്നും ആലോചിക്കാതല്ല ഞാൻ പറയുന്നത്. ഞാനതൊക്കെ നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ്. കാരണം ഇത് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളുണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇതിനിറങ്ങിയത്. ഈ ഒരു ASIയുടെ മരണമടക്കം ഇവിടെ ഒരു ASIയുടെ മരണമടക്കം, പത്തപുരത്തെ ഒരു ASIയുടെ മരണമടക്കം നിരവധി ആരോപണങ്ങൾ, ശ്രീകുമാറിൻ്റെ മരണമടക്കം നിരവധി ആരോപണങ്ങൾ സുജിദാസ് നേരുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണം വേണ്ട? അല്ല, ആ കുടുംബവുമായി ഞാൻ മറ്റു വഴിക്ക് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. ഇപ്പം അവരെ സംബന്ധിച്ച് അവർ ഒരു കേസിന് മുന്നോട്ട് പോകാൻ തയ്യാറില്ലാത്ത മാനസികാവസ്ഥയിലാണ്. കാരണം അവരെ നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും ഈ പറയുന്ന ശ്രീകുമാറിൻ്റെ ബന്ധുക്കളെ നന്നായിട്ട് സുജിദാസ് സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തൊരു കേസിന് നമ്മളത് ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരും.
അന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന വിവരം കിട്ടിയിട്ട് വന്ന പോലീസ് ആദ്യം ഇദ്ദേഹം എഴുതി വെച്ച ഡയറി കുറിപ്പ്, പേന പോലും ഉണ്ടായിരുന്നു ആ ഡയറിയിൽ. ആ ഡയറിയിൽ എഴുതി വെച്ച പേജ് പറിച്ചാണ് ഈ സുജിത് ദാസിൻ്റെ ടീം അവിടെ നിന്ന് പോയത്. തെളിവ് അവിടെ തന്നെ നശിപ്പിക്കപ്പെട്ടു. അത് അന്ന് അവർ വളരെ ഗൗരവത്തിൽ പറഞ്ഞിരുന്നു. ഇന്ന് അവരത് പറയാൻ തയ്യാറില്ല. അതിന് ഈ പറഞ്ഞതുപോലെ അവരെ മാനേജ് ചെയ്തു. അതാണ് വിഷയം. മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും അതിലൊരു മാറ്റമില്ല.